மாண்புமிகு முதலமைச்சர் அவர்களுக்கு பரிசு வழங்கி சிறப்பு செய்வதற்காக മൂത്ത அரசியல் தலைவர் മതിപ്പിற்குரிய സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അവിടെ പരിപാടി തുടരുകയാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഓരോ വരികളും പറയുന്നതൊക്കെയും ചോദ്യങ്ങളെ ചോദിക്കാനുള്ളതോ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ലുക്കിൽ മാത്രമല്ല, ഡയലോഗിലും മാസാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കുറച്ചുകൂടി അല്ലെങ്കിൽ ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മാസായി അല്ലെങ്കിൽ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള പ്രസംഗമാണ് വിജയ് ഇപ്പോൾ ഇന്ന് ഈ തിരുച്ചിറപ്പള്ളിയിൽ നടത്തിയത്. അതായത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് കൂടി വിജയ് പെരമ്പൂരിന് പുറകെ മത്സരിച്ചിരുന്നു. തുടർന്ന് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള MLA സ്ഥാനം രാജിവെക്കുകയും അവിടെ ഇനി ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അതിനു മുന്നോടിയായി ഈ മണ്ഡലത്തിലെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി, നന്ദി പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ഒരു നിലവിൽ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ 6 മാസം മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന DMK-യും സ്റ്റാലിനും 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തനിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ജനങ്ങൾ തിരസ്കരിച്ച ആളുകളാണ്, അതായത് ജനങ്ങളിൽ നിന്ന് വളരെയധികം ദൂരത്തേക്ക് പോയ പാർട്ടിയാണ് DMK എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള വിമർശനം DMK-ക്കെതിരെ വിജയ് ഉയർത്തുകയും ചെയ്തിരുന്നുണ്ട്. മത്സരം ഇപ്പോൾ തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം എന്നുള്ളത് TVK വേഴ്സസ് DMK എന്ന് പറയുന്നു. അതിനിടയിൽ മറ്റാരും ഇല്ല എന്നൊക്കെ വിജയ് പറയുന്നുണ്ട്. അതായത് വളരെയധികം പരസ്യമായി പരിഹസിക്കുന്നു. DMK നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, പക്ഷെ അവർ ജനങ്ങൾക്കിടയിൽ സജീവമല്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവിയൊക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് തുടങ്ങി വലിയ പരിഹാസമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വിജയുടെ ഈ സമീപകാലത്ത് നടന്ന പ്രസംഗങ്ങളിൽ വളരെ ഷാർപ്പായി കൃത്യമായി വലിയ വിമർശനം ഉന്നയിക്കുന്ന, DMK-യെ കടന്നാക്രമിക്കുന്ന, അണ്ണാ DMK ഇല്ലാതായി എന്ന് പറയുന്ന തരത്തിൽ തങ്ങളാണ് ഇനി TVK ആണ് തമിഴ്നാട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് വിജയ് നടത്തിയത്. അതിൽ കൂടി MGR-നെ കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. MGR-ന് പോലും ലഭിക്കാത്ത വിജയമാണ് TVK-ക്ക് ലഭിച്ചത് എന്ന് പല ആളുകളും വിലയിരുത്തുന്നുണ്ട്. പക്ഷെ MGR നടന്ന വഴിയിലൂടെ നടക്കുന്ന ചെറിയ ഒരു മനുഷ്യനാണ്, ജനങ്ങളുടെ സേവകനാണ് താൻ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് വിജയ് പ്രസംഗം തുടങ്ങിയത്. അതുപോലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, അവരെ വഞ്ചിക്കുന്ന തരത്തിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ DMK-ക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, അതിലുപരി വലിയ പരിഹാസവും ആണ് വിജയ് ഇന്നത്തെ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയത്. ശരി, കെ വി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വിജയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്നിനെ പറ്റി അദ്ദേഹം പറഞ്ഞതാണോ നമ്മൾ എടുത്തു പറയേണ്ടത്? മുഖ്യമന്ത്രിയല്ല, ഞാൻ തമിഴ്നാടിന്റെ മുഖ്യ സേവകനാണ് എന്ന് പറയുന്ന വിജയിയാണോ നമ്മൾ കേൾക്കേണ്ടത്? 2027-2026 തെരഞ്ഞെടുപ്പൊക്കെ പറഞ്ഞുകൊണ്ട്, MGR-നെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊക്കെ കടന്നു സംസാരിക്കുന്ന ചരിത്ര വീക്ഷണമാണോ, അതോ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണോ, മുന്നോട്ടുള്ള കാര്യങ്ങളാണോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും വളരെ മാസായി കൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രചാരണ കാലയളവിൽ കാണുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ധരിക്കുന്ന കറുപ്പും വെള്ളയും വസ്ത്രത്തെ പറ്റി വരെ അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രതികരണവും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ തിരുച്ചിറപ്പള്ളിയിലെത്തി വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം നടത്തുന്ന ആദ്യ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്.